ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹൂതികൾ എല്ലാ ലോക രാജ്യങ്ങൾക്കും വലിയ തോതിൽ ഭീഷണിയാകുകയാണ്. ഇസ്രയേലിനോടുള്ള വിരോധം തീർക്കാൻ അതുവഴി ചെങ്കടൽ വഴി വരുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ആ രൂപത്തിൽ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണ് ഹൂതികൾ. എന്തുകൊണ്ടാണ് ഹൂതികൾ ചെങ്കടലിനെ തന്നെ പ്രധാനമായും തെരഞ്ഞെടുക്കുന്നത്? എല്ലാ ലോക രാജ്യങ്ങളിലേക്കുമുള്ള പ്രധാനപ്പെട്ട കപ്പൽ പാത ചെങ്കടൽ വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിലുള്ള പ്രതിരോധം തീർക്കാനാണ് ഹൂതികൾ തീരുമാനിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, ഇന്ധനം വേണം, പാർപ്പിടം വേണം. അവർക്ക് അപകട ഭീഷണിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അത്രയും വേണമെങ്കിൽ ഇസ്രായേൽ അവിടെ നിന്ന് പോയേ മതിയാകും. ഇസ്രായേലിനെതിരെ ഹമാസിനോടുള്ള പ്രിയം പ്രകടിപ്പിക്കാനും വർഗസ്നേഹം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ പെടുന്നത് ഇസ്രായേൽ മാത്രമല്ല. ഹമാസ് ഇങ്ങോട്ട് ആക്രമിക്കുന്നതും യമനികളും ഹൂതികളും ഹിസ്ബുല്ലയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും ഒന്നും കണക്കിലെടുക്കാതെ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ തടസ്സപ്പെടുത്താനാണ് ഹൂതികൾ ഉൾപ്പെടെ ഇറാനും ഖത്തറും തുർക്കിയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള വ്യാപാരവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പലുകൾ സൂയസ് കനാലിലൂടെ പ്രവേശിച്ച് ചെങ്കടൽ വഴി ബാബൽ അൽ മന്ദബിലെത്തി വേണം അറബിക്കടലിലേക്ക് കടക്കാൻ. അതായത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര റൂട്ടിനടുത്താണ് യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശവും നിയന്ത്രണത്തിലായിരിക്കുന്നത്. യമനും യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്ന ഹൂതികളും ഉള്ളത് അവിടെയാണ്. ഇവരുടെ തന്നെ നിയന്ത്രണത്തിലിരിക്കുന്ന ബാബൽ അൽ മന്ദബ് ഹൂതികൾ കപ്പലാക്രമണത്തിന് തെരഞ്ഞെടുത്തതോടെ ഈ വഴി അപകടമായി വഴിമാറിയിരിക്കുകയാണ്. അപകട സാധ്യത ഏറുന്ന വഴിയായി ആ പ്രദേശം മാറിയിരിക്കുന്നു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള എളുപ്പ വഴിയും കൂടിയാണ് ഈ സൂയസ് കനാൽ. അതുകൊണ്ട് തന്നെ എണ്ണ, ഗ്യാസ് എന്നിവയുടെ ചരക്ക് നീക്കത്തിൽ സൂയസ് കനാലിന് നിർണായകമായ പങ്കുണ്ട്. 2023 പകുതി വരെ മാത്രം 9 മില്യൺ എണ്ണ ബാരലുകൾ അടങ്ങിയ കപ്പലുകളാണ് ഇതുവഴി കടന്നുപോയത്. ഓരോ വർഷവും 17,000 കപ്പലുകളെങ്കിലും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണം മൂലം കപ്പലുകൾ ചെങ്കടൽ പാത ഉപേക്ഷിച്ചാൽ അത് ലോകത്തിന് മുഴുവനുമുള്ള വിതരണ ശൃംഖലയെ തകർക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മാർക്കറ്റുകളില് സാധനങ്ങൾ എത്താൻ വൈകുന്നതോടെ വിലക്കയറ്റമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് വസ്തുതകൾ എത്തി നിൽക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നത്. ഇന്ധന വില വർദ്ധിച്ചാൽ ഇത് മൊത്തം സാധനങ്ങളുടെ വില വർധനവിന് വഴിവെക്കും. യമനിലെ ഷിയ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഹൂതികൾക്ക് പ്രാദേശിക സഖ്യത്തിൽ തുടങ്ങി സായുധ സേനയായി മാറി ഒടുവിൽ രാജ്യം തന്നെ കൈപ്പിടിയിൽ ഒതുക്കിയ സങ്കീർണ ചരിത്രം പറയാനുണ്ട്. ഷിയ വിഭാഗത്തിൽപ്പെട്ട സെയ്ദി വംശജരാണ് ഇവരുടെ പൂർവികർ. വടക്കൻ യമനെന്നും തെക്കൻ യമനെന്നും രീതിയിൽ വംശീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതായിരുന്നു പഴയ യമൻ. വടക്കൻ യമനിൽ ഷിയ വിഭാഗവും തെക്കൻ യമനിൽ സുന്നി വിഭാഗവും ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. മുമ്പ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു വടക്കൻ യമൻ. തെക്കൻ യമൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലുമായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വടക്കൻ യമൻ സ്വതന്ത്രമായെങ്കിലും ഷിയ വിഭാഗമായിരുന്നു പ്രധാന അധികാര സ്ഥാനത്തിരുന്നത്. ഇതില് ഏറ്റവും പ്രബലരായിരുന്നു സൗദി വംശജർ. 1960കളിൽ ഈ സെയ്ദികൾക്കെതിരെ വടക്കൻ യമനിൽ ഒരു വിമത ഗ്രൂപ്പ് രൂപപ്പെട്ടു. ഈജിപ്തിന്റെ സഹായത്തോടെ വിമതർ സെയ്ദികളെ അധികാരഭ്രഷ്ടരാക്കുകയും ചെയ്തു. റിപ്പബ്ലിക്കൻ ഗ്രൂപ്പായിരുന്നു അക്കാലത്ത് സെയ്ദികളെ പുറത്താക്കി വടക്കൻ യമനിന്റെ അധികാരം പിടിച്ചെടുത്തിരുന്നത്. അങ്ങനെ വടക്കൻ യമൻ എന്ന രാജ്യത്തിന് പകരം യമൻ അറബ് റിപ്പബ്ലിക് എന്ന പുതിയ രാജ്യം രൂപപ്പെടുകയും ചെയ്തു. സെയ്ദികളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് യാതൊരു അധികാര സ്ഥാനവും നൽകാത്ത ഭരണമായിരുന്നു യമൻ അറബ് റിപ്പബ്ലിക്കിനുണ്ടായിരുന്നത്. ഇത് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ കാരണമായി. ഇതേ കാലത്താണ് തെക്കൻ യമനും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായി സദേൺ യമൻ റിപ്പബ്ലിക് എന്ന പുതിയ രാജ്യമാകുന്നത്.
കാലക്രമേണ രണ്ട് യമനും കൂടി ചേർന്ന് ഒന്നാകണമെന്ന ആവശ്യമുയർന്നതോടെ 1990-കളിൽ അത് യാഥാർത്ഥ്യമാവുകയും ഇപ്പോഴത്തെ യമനായി രൂപപ്രാപിക്കുകയും ചെയ്തു. പുതിയ യമന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അത്രയും കാലം വടക്കൻ യമനിന്റെ പ്രസിഡന്റ് ആയിരുന്ന അലി അബ്ദുള്ള സാലെയാണ് എത്തിയത്. പക്ഷേ ഏകാധിപത്യ ഭരണമായിരുന്നു സലെ കാഴ്ചവെച്ചത്. മാത്രമല്ല ഷിയാക്കളെ അടിച്ചമർത്തുന്ന നിലപാടുകളും തുടങ്ങി. ഇവിടെ മുതലാണ് സെയ്ദി ഗ്രൂപ്പുകൾ ഹൂതികളായി മാറി തുടങ്ങിയത്. അലി അബ്ദുള്ള സലെയുടെ അഴിമതിക്കും ഷിയാ വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ പ്രധാനമായും ഇവർ സംഘടിതമായി രൂപം കൊള്ളുകയായിരുന്നു. സെയ്ദികളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിലീവ് ഇൻ യൂത്ത് എന്ന ആശയത്തിലായിരുന്നു തുടക്കം. 1990-ൽ ബിലീവ് ഇൻ യൂത്ത് ഗ്രൂപ്പിന്റെ പേര് അൻസാറുള്ള എന്നായി മാറി. സെയ്ദികളുടെ ഇടയിലുള്ള ഏറ്റവും ശക്തമായ ഉപവിഭാഗമായ ഹൂതികളുടെ നേതൃത്വത്തിൽ അൻസാറുള്ളയുടെ നേതൃത്വം എത്തിയതോടെ ഹൂതികൾ വലിയ ശക്തിയായി മാറി. അന്ന് ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂദിയായിരുന്നു നേതാവ്. അയാളുടെ നേതൃത്വത്തിൽ നടന്ന സായുധ പ്രവർത്തനമാണ് പിന്നീട് ഹൂതി മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അറബ് മേഖലയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്കയും ഇസ്രായേലുമാണെന്നും ഇവർക്കെതിരെ പ്രവർത്തിക്കണം എന്നുമായിരുന്നു ഹൂതികൾ ഈ സംഘടന ഉണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനിടെ യമനിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ആഭ്യന്തര സംഘർഷത്തിലേക്കും പോയി. സംഘർഷത്തിൽ അലി അബ്ദുള്ള സലയുടെ പട്ടാളം ഹൂതി നേതാവ് ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂദിയെ വധിച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളായി. ശേഷം ഹുസൈൻ ബദറുദ്ദീൻ അൽ ഹൂദിയുടെ സഹോദരൻ അബ്ദുൽ മാലിക് അൽ ഹൂദി നേതൃത്വം ഏറ്റെടുത്തു. അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. യമനിൽ ഹൂതികളുടെ സായുധ കലാപം രൂക്ഷമാകുന്നതിനിടയിൽ യമനെ സഹായിക്കാൻ സൗദി അറേബ്യ രംഗത്തെത്തിയതോടെയാണ് യമനിലെ ആഭ്യന്തര കലാപം യുദ്ധത്തിലേക്ക് വഴിമാറിയത്. ഇതിനിടയിൽ യമനെ സഹായിക്കാൻ ഇറാനും എത്തിയതോടെ കാര്യങ്ങൾ സൗദി ഇറാൻ യുദ്ധമായി പരിഗണിച്ചു. 2003-ൽ സൗദി അറേബ്യയുടെ പിന്തുണയോടെ ഹൂതികളെ ഇല്ലാതാക്കാൻ അലി അബ്ദുള്ള സാലെ ശ്രമിച്ചെങ്കിലും അതിശക്തമായ പ്രതിരോധത്തിൽ സാലേക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ലെബനീസ് ഷിയ സംഘടനയായ ഹിസ്ബുള്ളയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദൈവമാണ് ഏറ്റവും ശക്തൻ, അമേരിക്കയുടെ മരണം, ഇസ്രായേലിന്റെ മരണം, ജൂതന്റെ മേലുള്ള ശാപം, ഇസ്ലാമിന്റെ വിജയം എന്നത് തങ്ങളുടെ മുദ്രാവാക്യമായി ഹൂതികൾ ഔദ്യോഗികമായി സ്വീകരിച്ചു. അന്നു മുതൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ കരടാണ് ഹൂതികൾ. 2011-ൽ ഹൂതികളുടെ നേതൃത്വത്തിൽ തെരുവിൽ വിവിധ സംഘടനകളുടെ പിന്തുണയോടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ച് ശക്തി പ്രാപിച്ച് 2014-ൽ യമൻ തലസ്ഥാന നഗരം അടക്കമുള്ള വിവിധ ഭാഗങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ഹൂതികൾക്ക് കഴിഞ്ഞു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കുമെതിരെയുള്ള എല്ലാ നീക്കങ്ങൾക്കും പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുക എന്നതാണ് ഹൂതികളുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ഇതിൽ ഒടുവിലത്തേതാണ് ഇസ്രായേലിനെതിരെയുള്ള ഈ ചെങ്കടലിലെ നീക്കം. ഇതിനെ ഏതു വിധേനയും പ്രത്യാഘാതം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ, അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് തന്നെയാണ് എല്ലാ ലോകരാജ്യങ്ങളും വിലയിരുത്തുന്നത്. നന്ദി.